പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ പോലെ തന്നെ ഇന്ന് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ജീവിതശൈലി രോഗമാണ് ഫാറ്റി ലിവർ, അതായത് കരളിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്ന അവസ്ഥ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ മറ്റെന്തെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായിട്ട് സ്കാനിങ്ങോ CT അബ്ഡോമനോ അല്ലെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റുകൾ നടത്തുമ്പോഴാണ് ഫാറ്റി ലിവർ ഉണ്ട് എന്നറിയുന്നത്. പലരും അത് നിസ്സാരമായിട്ട് കളയുന്നു. ഇന്ന് എല്ലാവർക്കും ഫാറ്റി ലിവറിലാണ്, ഇതൊക്കെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് പറയുന്നത്. എന്നാൽ ചിലർ വളരെ പാനിക്കായിട്ട് എന്തൊക്കെയാണ് ഡോക്ടർ ഇതിന് സിംറ്റംസ് ഉണ്ടാവുക, എപ്പോഴാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഫാറ്റി ലിവർ ഉള്ളതുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഫാറ്റി ലിവറിനെ കുറിച്ചാണ്. ഞാൻ ഡോക്ടർ അശ്മിത സജിത്, സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടൻറ്റ്, ഒലി ഹോമിയോപ്പതി ക്ലിനിക്, കീഴ്ശ്ശേരി, മലപ്പുറം ജില്ല. ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ്. ഇതിൽ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസും ഉണ്ട്, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസും ഉണ്ട്. അതായത് മദ്യപാനം ഉള്ളവരിൽ കാണുന്ന കണ്ടീഷനും, എന്നാൽ മദ്യപാനം എന്ന ഒരു കാരണമില്ലാണ്ട് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈല് കാരണമോ അല്ലെങ്കിൽ ഭക്ഷണ രീതികൾ കാരണമോ ഫാറ്റി ലിവർ ഉണ്ടാവുന്ന അവസ്ഥ. ശരിക്കും ഒരു ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്നത് ഒരു സ്പെക്ട്രം ഓഫ് ഡിസീസാണ്. അതായത് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ കരളിൽ കൊഴുപ്പടിഞ്ഞുകൂടുക എന്നുള്ള ഒരു കണ്ടീഷനിൽ നിന്ന് മാത്രം തുടങ്ങി ലിവർ സിറോസിസ് വരെ എത്തിയേക്കാവുന്ന ഒരു അസുഖമാണിത്. ഫാറ്റ് ലിവറിന്റെ ഇൻസിഡൻസ് നോക്കുകയാണെങ്കിൽ ഇന്ന് വളരെയധികം പേരിൽ ഈ ഒരു കണ്ടീഷൻ കണ്ടുവരുന്നുണ്ട്. ഏകദേശം 90-95% അമിതവണ്ണമുള്ള ആൾക്കാരിലും ഫാറ്റി ലിവർ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ടൈപ്പ് 2 ഡയബറ്റിസ്, അതായത് പ്രമേഹ രോഗികളിൽ ഒരു 40% മുതൽ 70% വരെ ആൾക്കാരിലും ഫാറ്റി ലിവർ കാണുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മെയിൻലി നമ്മുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, നമുക്ക് പ്രത്യേകിച്ച് വ്യായാമമല്ല, അതുപോലെ തന്നെ വളരെ പുവർ ആയിട്ടുള്ള ഒരു ഡയറ്റാണ്, അതായത് ഭക്ഷണ ക്രമീകരണമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഫാറ്റി ലിവർ എന്ന് പറയുന്ന ജീവിതശൈലി രോഗത്തിന് മറ്റ് അസുഖങ്ങളായ ടൈപ്പ് 2 ഡയബറ്റിസ് ആയിട്ടും, അതായത് പ്രമേഹ രോഗമായിട്ടും, ഹൈപ്പർ ടെൻഷൻ, പ്രഷർ, കൊളസ്ട്രോള്, PCOD തുടങ്ങിയ അസുഖങ്ങളുമായിട്ട് വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. അതായത് PCOD പേഷ്യൻസിലൊക്കെ നമ്മളിപ്പോൾ PCODക്ക് വേണ്ടി സ്കാനിങ് ചെയ്യുന്ന സമയത്ത് ഗ്രേഡ് 1, ഗ്രേഡ് 2 ഫാറ്റി ലിവറൊക്കെ കാണാറുണ്ട്. എന്നാൽ ഇതൊരു പേടിക്കേണ്ട അസുഖമാണോ എന്ന് വെച്ചാൽ നിങ്ങൾ അത്ര പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അധിക പേര് നമുക്ക് ഗ്രേഡ് 1, ഗ്രേഡ് 2 ഫാറ്റി ലിവറൊക്കെ ഈസി ആയിട്ട് ഡയറ്റും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ഒക്കെ ഉണ്ടെങ്കിൽ റിവേഴ്സ് ചെയ്ത് നോർമലാക്കി എടുക്കാൻ പറ്റാറുണ്ട്. വളരെ കുറഞ്ഞ തോതിൽ മാത്രമാണ് ഈ കേസുകൾ പ്രോഗ്രസ് ചെയ്യാറും കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാറുമുള്ളത്. പിന്നെ ഏതൊക്കെ ആൾക്കാരിൽ ഇത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നോ അല്ലെങ്കിൽ ഇത് പ്രോഗ്രസ് ആവുന്നൊക്കെ ഉള്ളത് അവരുടെ ഒരു പാരമ്പര്യം അല്ലെങ്കിൽ ഒരു ജനറ്റിക് ഹിസ്റ്ററി അനുസരിച്ചോ, അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഇതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ പോലെ ഷുഗറും BP-യും അല്ലെങ്കിൽ PCOD ഒക്കെ ഉള്ളവരാണെങ്കിലൊക്കെ പ്രോഗ്രസ്സിനുള്ള സാധ്യതകളുണ്ട് എന്ന് മാത്രം. നമ്മൾ ഇതിൻ്റെ ഒരു പാത്തോഫിസിയോളജി നോക്കുകയാണെങ്കിൽ നമുക്ക് അമിതവണ്ണം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ, അധികം ഫാറ്റ് നമ്മുടെ ബോഡിയിൽ, കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ ഹെപ്പാറ്റിക് ഫ്രീ ഫാറ്റി ആസിഡിൻ്റെ ഫ്ലെക്സ് കൂട്ടും. അതായത് ഫാറ്റി ആസിഡ് മെറ്റബോളിസവും കാറ്റബോളിസവും തമ്മിലൊരു ഇംബാലൻസ് ഉണ്ടാവും. ഇതിൻ്റെ ഫലമായിട്ട് നമ്മുടെ കരളിലെ കോശങ്ങളിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ആയിട്ട് അടിഞ്ഞുകൂടുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും. ഇതിനെ നമ്മൾ ഹെപ്പാറ്റിക് സ്റ്റെറ്റോസിസ് എന്ന് പറയുന്നത്. എന്നാൽ ഇത് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിലൊന്നും ശ്രദ്ധിച്ചില്ല, നമ്മൾ അപ്പോഴും നമ്മുടെ ഡയറ്റോ കാര്യങ്ങളോ ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്നെങ്കിൽ ഈ ലിവറിൻ്റെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടാണ് ചെയ്യുന്നത്. ഇത് അസുഖത്തെ പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ക്രമേണ നമ്മളെ കരളിലെ കോശങ്ങൾക്ക് സെൽ ഡാമേജ് ഉണ്ടാക്കുകയും നീർക്കെട്ടുകൾ ഉണ്ടാക്കുകയും സെൽ ഡെത്തിന് കാരണമാവുകയും ചെയ്യുന്നു. അത്തരം കണ്ടീഷനിലാണ് ഇത് ലിവർ സിറോസിസ് വരെയൊക്കെ പ്രോഗ്രസ് ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് അഥവാ ലക്ഷണങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ മിക്കവാറും പേഷ്യൻസിലും ഇത് പ്രത്യേകിച്ച് ലക്ഷണമൊന്നും ഉണ്ടാക്കാറില്ല, എസിംറ്റമാറ്റിക് ആയിട്ട് തന്നെയാണ് കാണാറുള്ളത്. വളരെ ചുരുങ്ങിയ പേരിൽ റൈറ്റ് അപ്പർ അബ്ഡോമൻ, അതായത് വയറിൻ്റെ റൈറ്റ് സൈഡിൽ മുകൾ ഭാഗത്തായിട്ട് ചെറിയൊരു ഏക്കിംഗ് പെയിൻ, എന്തെങ്കിലും ബുദ്ധിമുട്ട് പോലത്തെ ഒരു വേദനയോ അല്ലെങ്കിൽ ക്ഷീണോ ഒക്കെ കാണാറുണ്ട്. അല്ലാണ്ട് ഫാറ്റി ലിവറിന് ഇന്ന സിംറ്റംസ് ഉണ്ടാവും എന്ന് പറയാൻ ഒരുപാട് സിംറ്റംസ് ഒന്നുമില്ല. ഇത് നമ്മൾ കോമൺലി തിരിച്ചറിയാറുള്ളത് മുകളിൽ പറഞ്ഞ പോലെയുള്ള എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുമ്പോഴോ സ്കാനിങ് ചെയ്യുമ്പോഴോ ഒക്കെയാണ്. ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ ഇതിനൊരു പ്രിവലൻസ്, അതായത് ഫാറ്റി ലിവർ അസുഖം മോസ്റ്റ്ലി കണ്ടുവരേണ്ടത് 40-50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിലാണ്. എന്നാൽ ഇപ്പം നമ്മൾ കുട്ടികളിൽ തന്നെ അമിതവണ്ണത്തിൻ്റെ ഒരു ടെൻഡൻസി കാണുന്നത് കൊണ്ട് തന്നെ അതുപോലെ തന്നെ യങ്ങർ ഏജിൽ ചെറുപ്പക്കാരിൽ മുതൽ തന്നെ ഇപ്പോൾ ഫാറ്റി ലിവറും കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. നമ്മൾ ഫാറ്റി ലിവറിന് വേണ്ടി ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷനിലാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ഫാറ്റി ലിവർ പേഷ്യൻ്റ് ആണെങ്കിൽ അയാൾക്ക് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ആണോ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ആണോ എന്നുള്ളത് കണ്ടെത്തണം. അതായത് മദ്യപാനം ഉണ്ടോ ഇല്ലേ എന്നുള്ള ഹിസ്റ്ററി ഒക്കെ എടുക്കണം. അതുപോലെ മറ്റെന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട്, അതായത് കരളിന് ബാധിക്കുന്ന ഇൻഫെക്ഷൻസ് ആണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും ഫാറ്റി ലിവർ ഉണ്ടായേക്കാം.
പിന്നെ നമ്മൾ ബ്ലഡ് ടെസ്റ്റിൽ സീറം AST ALT പോലുള്ള വാല്യൂസ് നോക്കും. ഈ ഒരു AST ALT റേഷ്യോ കൂടുകയാണെങ്കിലും അത് ഡിസീസ് പ്രോഗ്രഷൻ ഉണ്ട് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണ്. പിന്നെ നമ്മൾ USG അബ്ഡമൻ സ്കാനിങ്ങുകൾ ചെയ്യാറുണ്ട്. ഇതിൽ നമുക്കൊരു ക്വാളിറ്റേറ്റീവ് അനാലിസിസ് നടത്താൻ പറ്റാറുണ്ട്. ഇനി നമുക്ക് ഈ ഫാറ്റി ലിവറിനെ എങ്ങനെ മാനേജ് ചെയ്യാം നോക്കാം. നമ്മുടെ ലൈഫ് സ്റ്റൈലും ഡയറ്റും കൊണ്ട് വന്ന ഒരു അസുഖമായതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ റിവേഴ്സ് ചെയ്യണമെങ്കിലും നമ്മുടെ ഡയറ്റും ലൈഫ് സ്റ്റൈലും മാറ്റിയേ മതിയാവുള്ളൂ. രോഗം കൃത്യസമയത്ത് തിരിച്ചറിയണം. അതിന് നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റുകൾ നടത്തേണ്ടത് ആവശ്യമാണ്. വൺസ് ഈ ഒരു അസുഖമുണ്ട് അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഡയബറ്റീസോ കൊളസ്ട്രോളോ പ്രഷറോ ഉള്ള ആളാണെങ്കിൽ ഈ അസുഖങ്ങളെയും നമ്മൾ കൺട്രോളിൽ വരുത്താൻ വേണ്ടി ട്രൈ ചെയ്യണം. അതിനാവശ്യമായിട്ടുള്ള മരുന്നുകളോ ഡയറ്റുകളോ എടുക്കേണ്ടത് നിർബന്ധമാണ്. അതുപോലെ നിങ്ങളൊരു PCOD പേഷ്യൻ്റ് ആണെങ്കിൽ PCOD നോർമൽ ആക്കണം. അതോടൊപ്പം ഫാറ്റി ലിവർ നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എക്സസൈസ് ആണ്. മിനിമം ഒരു 30 മിനിറ്റെങ്കിലും ശരീരം നന്നായിട്ട് വിയർക്കുന്നുള്ള രീതിക്ക് എക്സസൈസുകൾ ചെയ്യാവുന്നതാണ്. എയറോബിക് എക്സസൈസുകളാണ് നല്ലത്. എക്സസൈസുകൾ കൺസിസ്റ്റൻ്റ് ആയി ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. പിന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടത് ഡയറ്റാണ്. ഡയറ്റിൽ നിന്ന് നമ്മൾ കമ്പൽസറി ആയിട്ട് എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം നോക്കുകയാണെങ്കിൽ ആൽക്കഹോൾ, മദ്യപാനം ഉള്ളവരാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. കാരണം ഓൾറെഡി ലിവറിന് സെൽസുകൾ ഡാമേജ് വന്നിട്ടുണ്ട്. ഇനി കൂടുതൽ സ്ട്രെസ്സുകൾ നമ്മൾ ലിവറിന് കൊടുത്തു കഴിഞ്ഞാൽ അസുഖം പ്രോഗ്രസ് ആവും. അതുകൊണ്ട് തന്നെ മദ്യപാനം ഒഴിവാക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ അനാവശ്യമായിട്ട് മരുന്നുകൾ കഴിക്കുന്ന ഒരാളാണെങ്കിൽ ആ സ്വഭാവവും നിങ്ങൾ ഒഴിവാക്കണം. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മരുന്നുകൾ കഴിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഏതിനും മരുന്ന് കഴിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ശരീരത്തിലോട്ട് തന്നെ എന്ത് ടോക്സിക് സബ്സ്റ്റൻസിനെയും ഡീടോക്സിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ലിവറാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് വർക്ക് ലോഡ് ലിവറിന് കൊടുക്കുകയാണെങ്കിൽ അത് വീണ്ടും ലിവറിനെ ഡാമേജ് ആക്കും. അതുപോലെ തന്നെ മധുരം, നിങ്ങൾ ഓവർ സ്വീറ്റൻഡ് ആയിട്ടുള്ള മധുര പലഹാരങ്ങളാണെങ്കിലും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓവറായിട്ട് കാർബോഹൈഡ്രേറ്റ് എടുക്കുന്ന സമയത്ത് നമ്മളെ ശരീരത്തിന് വേണ്ടതിലധികം എനർജി കിട്ടുന്നുണ്ട്. ഇതും ഫാറ്റ് സ്റ്റോറേജ് ആയിട്ട് മാറും. അതുപോലെ തന്നെ വറുത്തത് പൊരിച്ചത് പൊരിക്കടികളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. റെഡ് മീറ്റ്, മട്ടൺ, ബീഫ്, പോർക്ക് പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ പ്രോസസ്ഡ് മീറ്റ്, അതായത് നമുക്ക് പാക്ഡ് ആയിട്ട് കിട്ടുന്ന മീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലിവറിനെ ഹീൽ ചെയ്യാൻ വേണ്ടി ഹെൽത്തി ആക്കി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ലിവർ നമ്മളെ ശരീരത്തിനെ ഡീടോക്സിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതിന് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ വെള്ളം ആവശ്യമാണ്. അതുകൊണ്ട് ഒരു 10 മുതൽ 12 ഗ്ലാസ് വെള്ളം വരെയെങ്കിലും നിർബന്ധമായും നിങ്ങൾ ഡെയിലി കുടിച്ചിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഡയറ്റിൽ ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും പച്ചക്കറികളും ഫ്രൂട്ട്സും ഒരു ഭാഗമാക്കുക. രാത്രി സമയങ്ങളിലൊക്കെ ഡിന്നർ മാക്സിമം സാലഡ്സ് ഒക്കെ ആക്കി ചുരുക്കുക. രാത്രി സമയങ്ങളിൽ ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക. ചീര, ഓട്സ് പോലെയുള്ളവയൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ചെറിയ മത്സ്യങ്ങൾ മാക്സിമം കറി വെച്ച് തന്നെ കഴിക്കാൻ നോക്കുക. ഓവർ ഫ്രൈ ചെയ്ത് കഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ ചിയാ സീഡ്സോ ഫ്ലാക്സ് സീഡ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഗ്രീൻ ടീ കുടിക്കുന്നതും ആപ്പിൾ സിഡർ വിനെഗർ നിങ്ങൾ സാലഡ്സിലൊക്കെ ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കുന്നതും അതുപോലെ സൺഫ്ലവർ സൂര്യകാന്തി വിത്തുകൾ കഴിക്കുന്നതും ടേമറിക് മഞ്ഞപ്പൊടി ഇട്ട് കാച്ചി പാല് കഴിക്കുന്നതൊക്കെ നല്ലതാണ്. എന്തും കഴിക്കുന്ന സമയത്ത് അതിൻ്റെതായ ഒരു ലിമിറ്റിൽ നിലനിർത്താൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുപോലെ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറ്റും സ്ട്രിക്റ്റ് ആയിട്ടുള്ള എക്സസൈസും ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വിത്തിൻ 2 months കൊണ്ട് തന്നെ ഗ്രേഡ് 1 ഫാറ്റി ലിവറൊക്കെ റിവേഴ്സ് ചെയ്ത് വരാൻ പറ്റുന്നതാണ്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഡൗട്ടുകളും കാര്യങ്ങളും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ വീഡിയോയിൽ കാണിക്കുന്ന ഫോൺ നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതുമാണ്. ഫാറ്റി ലിവർ പോലുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ മറ്റെന്ത് ജീവിതശൈലി രോഗങ്ങളും വരാണ്ടിരിക്കാൻ വേണ്ടി പ്രിക്കോഷൻ എടുക്കുക. ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ മറ്റ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സായ ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി പ്രോപ്പറായിട്ടുള്ള മെഡിക്കേഷൻസിലൂടെ ഇത് കൺട്രോളിൽ വരുത്തുക. ഇതുപോലെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് കേസിലാണെങ്കിൽ ഹോമിയോപ്പതിക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.